കാറ്റത്തെ കിളിക്കൂടിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ, ഹൈപ്പ് ചെയ്യാൻ മറക്കല്ലേ. അങ്ങനെ ഗംഗാധരന് ലളിതയും കൂടെ വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കുകയാണ്. ഇവിടെ ഒരു പണി നടത്താൻ സമ്മതിക്കത്തില്ല. കോടതി പറഞ്ഞിട്ടുണ്ടല്ലോ ഇവിടെ ഒരു പണി നടത്തില്ലെന്ന്. അപ്പോൾ തന്നെ ഭാസ്കരൻ വന്നിട്ട് പറയാണ്, എൻ്റെ വീട് കക്കൂസ് കെട്ടുന്നതിന് ആരുടെയെങ്കിലും അനുവാദം വേണോ? കോടതി പറയുമോ ആരും കക്കൂസ് കെട്ടല്ലേ, ബാത്റൂമിൽ പോകലെന്നൊന്നും കോടതി പറയത്തില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നീ കൊണ്ടുവന്ന് കേസ് വിട്, അപ്പോൾ ബാക്കി കാര്യം ഞങ്ങൾ നോക്കിക്കോളാം എന്ന് ഭാസ്കരൻ പറയാണ്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമാവുന്നതുകൊണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് സുഭാഷ് പറയുന്നുണ്ട്, വല്യച്ഛ അമ്മായി ഞാൻ പറയുന്നതായിട്ട് ഈ മഴയത്ത് ഇതേപോലെ കടന്നു കഴിഞ്ഞാൽ ഉള്ള വെള്ളം മൊത്തം അകത്ത് കയറും, ഇത് നിലം പൊത്തു എന്ന് പറയുകയാണ്. അപ്പോൾ ഉടനെ ലളിത് പറയാണ്, പൊത്തട്ടെ അതിന് ഞങ്ങൾക്ക് എന്താ? അപ്പോൾ ഭാസ്കരൻ പറയാണ്, ആഹാ അത് കൊള്ളാമല്ലോ, ഇതൊട്ട് പണി നടത്താനും സമ്മതിക്കത്തില്ല, അത് നശിച്ചു പോകുന്നെങ്കിൽ പോകട്ടെ, എൻ്റെ വീട് അങ്ങനെ നശിച്ചു പോകാൻ ഞാൻ സമ്മതിക്കത്തില്ല. എൻ്റെ അച്ഛനെ എനിക്ക് എഴുതി തന്ന വീടാണ്, അപ്പം എനിക്കത് സൂക്ഷിച്ചുകൊണ്ട് കിടക്കാൻ അറിയാമെന്നും പറഞ്ഞിട്ട് ഭാസ്കരൻ ലളിതയെടുത്തും ഗംഗാധരടുത്തും വഴക്കിടിയാണ്. അവസാനം ഗംഗാധരൻ ലളിതയും കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ പോവുകയാണ്. അപ്പോൾ ഭാസ്കരൻ പറയുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ പണി നോക്കും മക്കളെ, ഇതുപോലെ പല ഓലപ്പാമ്പും കാണിച്ച് നമ്മളെ ഭയപ്പെടുത്താൻ നോക്കും, നമുക്കിതൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറയാണ്. അപ്പോഴത്തേക്ക് സുഭാഷും ബാക്കിയുള്ളവരെല്ലാം അങ്ങ് ജോലി ചെയ്യാനായിട്ട് പോവുകയാണ്. അതിനുശേഷം വൈകിട്ടായപ്പോഴത്തേക്ക് നിധിയാണെങ്കിൽ ജോലി കഴിഞ്ഞൊക്കെ വരികയാണ്. ഇപ്പം മുറ്റം മൊത്തം ആകെപ്പാടെ വൃത്തികേടായി കിടക്കുന്നുണ്ട്. നിധിയാണെങ്കിൽ തൂത്തുകൊണ്ടിരിക്കുകയാണ്. ഉടനെ നികേഷ് അങ്ങോട്ട് വരുന്നുണ്ട്. ആഹാ ഏട്ടത്തി വന്ന ഉടനെ ജോലി തുടങ്ങിയോ എന്ന് ചോദിക്കുകയാണ്. ഏയ് അതൊന്നുമില്ല, ഇവിടെ മൊത്തം വൃത്തികേടായിട്ട് കിടക്കുന്നു, അതുകൊണ്ട് ഞാനന്ന് തൂക്കാമെന്ന് വിചാരിച്ച്. ഇന്നലെ എല്ലാം പടക്കമൊക്കെ പൊട്ടിച്ചതിൻ്റെ ചവറൊക്കെ കിടപ്പുണ്ട്, അപ്പം തൂത്ത് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചെന്ന് പറയാണ്. അങ്ങനെ സംസാരിച്ച് നികേഷ് അവിടെ വന്നിരിക്കുകയാണ്. അപ്പോഴേ നിധി തൂത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിധി പെട്ടെന്ന് നികേഷിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, എടാ നീ ഇന്നലെ പടക്കം പൊട്ടിച്ചില്ലേ, പടക്കം പൊട്ടിച്ചപ്പം അത് മനഃപൂർവ്വമാണോ അത് അറിയാതെയാണോ അച്ഛൻ്റെ കയ്യിൽ വന്ന് വീണതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ നികേഷ് പറയാണ്, അറിയാതെയാണ് വന്ന് വീണത്, പക്ഷേ വീണത് കുഴപ്പമൊന്നുമില്ല, അങ്ങേരുടെ കയ്യിലല്ലയോ എന്ന് പറയുകയാണ്. അപ്പോൾ നിധി ചോദിക്കുകയാണ്, നീ എന്താടാ അങ്ങനെ പറയുന്നത്, ഒന്നുമില്ലെങ്കിലും നിൻ്റെ അച്ഛനല്ലയോ, അറിയാതെയാണ് വീണതെങ്കിലും നീയൊരു സോറി എങ്കിലും പറയണ്ടേ, നീയല്ലയോ അതിന് കാരണം, അപ്പം നീയൊരു സോറി എങ്കിലും പറയണ്ടേ അല്ലായിരുന്നോ എന്ന് നിധി ചോദിക്കുകയാണ്. അപ്പം നികേഷ് പറയാണ്, പിന്നെ അങ്ങേരത്ത് സോറി പറയാൻ പോയില്ലേ, ഞാനിപ്പോൾ ഉടനെ അങ്ങേരത്ത് സോറി പറയാൻ പോവുക എന്ന് പറയുകയാണ്. അപ്പോൾ നിധി പറയാണ്, നീ എന്താടാ അങ്ങനെ സംസാരിക്കുന്നത്, എന്തൊക്കെ പറഞ്ഞാലും നിൻ്റെ അച്ഛനല്ലേ, നീ ഒരിക്കലും അച്ഛനെ അങ്ങനെ അങ്ങ് പറയല്ലേ എന്ന് പറയാണ്. ഏട്ടത്തി നമ്മൾ തമ്മിൽ ആ കാര്യം സംസാരിച്ചാൽ ഒരിക്കലും ശരിയാവത്തില്ല, അങ്ങേരെ ഞാൻ അച്ഛനായിട്ട് പോലും കണ്ടിട്ടില്ല, ഈ കുടുംബം ഈ ഗതിയിലാക്കിയത് അങ്ങേരെ, എൻ്റെ ഏട്ടന്മാരെയും എന്നെയും എല്ലാം ഈ ഗതിയിലാക്കിയത് അങ്ങേരെ ഒറ്റ ഒരുത്തന്, അതുകൊണ്ട് അച്ഛനായിട്ടൊന്നും കാണാൻ പറ്റില്ല, പിന്നെ അറിയാതെയാണ് സംഭവിച്ചത്, പിന്നെ വീണത് ഇരിക്കട്ടെ, ഞാൻ സോറിയൊന്നും പറയാൻ നിൽക്കത്തില്ല എന്ന് പറഞ്ഞ് നികേഷ് അങ്ങ് എണീച്ച് പോവുകയാണ്. ഇതൊക്കെ കാണുമ്പോഴത്തേക്കും നിധിക്ക് ആകപ്പാടെ സങ്കടം വരുന്നുണ്ട്. അപ്പം നികേഷിനും ഭാസ്കരനെ ഒട്ടും ഇഷ്ടമല്ല. അതേപോലെ ഭാസ്കറിൻ്റെ കാര്യം ആരും നികേഷിനടുത്ത് പറയുന്നതും നികേഷിന് ഇഷ്ടമല്ലെന്ന് നിധിക്ക് മനസ്സിലാവുന്നുണ്ട്. അതിനുശേഷം എല്ലാവരും കൂടെ ആഹാരം കഴിക്കാനൊക്കെ ഇരിക്കുകയാണ്. ആഹാരം കഴിക്കാനിരിക്കുമ്പോഴത്തേക്ക് നിധിയെടുത്ത് ഹരീഷ് ചോദിക്കുന്നുണ്ട്, ഏട്ടത്തി എങ്ങനെയുണ്ട് പുതിയ ജോലി സ്ഥലം, എങ്ങനെയുണ്ട്, എല്ലാവരും നല്ല കമ്പനിയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിധി പറയുന്നുണ്ട്, കുഴപ്പമില്ല, എല്ലാവരും നല്ല സൗഹൃദത്തിലാണ്, നമുക്ക് ആദ്യമായിട്ട് അവിടെ ജോലി ചെയ്യുന്നെങ്കിലും നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, നമ്മളെ ചെറിയ ചെറിയ തെറ്റുകൾ അവർ ക്ഷമിച്ച് നമ്മളെ തിരുത്താനും അവരെ മുന്നോട്ട് നമ്മുടെ കൂടെ തന്നെ ഉണ്ടെന്നൊക്കെ നിധി പറയുകയാണ്. അപ്പം നല്ല അഭിപ്രായമാണ് നിധി പുതിയ സ്ഥാപനത്തെക്കുറിച്ച് പറയുന്നത്. അങ്ങനെ അവർ ആഹാരം കഴിക്കുന്നിടത്ത് ഇതൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് പെട്ടെന്നാണ് സുഭാഷിൻ്റെ ഫോണിലേക്കൊരു കോൾ വരുന്നത്. സുഭാഷ് നോക്കുമ്പോൾ സുനന്ദയുടെ നമ്പറാണ്. അപ്പോൾ സുഭാഷിൻ്റെ അടുത്ത് സുധീഷ് ചോദിക്കുന്നുണ്ട്, ആരാട്ടെ ഈ രാത്രി വിളിക്കുന്നത്? അത് സുനന്ദയോ അവളെന്തിനാ ഈ രാത്രി വിളിക്കുന്നതെന്ന് സുധീഷ് ചോദിക്കുകയാണ്. ഒന്നും അറിഞ്ഞൂടാ. അപ്പോൾ ഹരീഷ് പറയാണ്, വേണ്ട സുഭാഷ് ഏട്ടൻ ഫോണൊന്നും എടുക്കണ്ട, അവൾക്ക് വേറെ പണിയൊന്നുമില്ലേ, രാത്രിയാണെങ്കിൽ സുഭാഷ് ഏട്ടനെ വിളിക്കേണ്ട കാര്യം എന്ത്, കല്യാണം കഴിഞ്ഞ് പോയവൾ രാത്രി സുഭാഷ് ഏട്ടനെ വിളിക്കേണ്ട ഒരു കാര്യമില്ല, സുഭാഷ് ഏട്ടൻ ഫോൺ എടുക്കേണ്ട കാര്യമില്ല എന്ന് പറയാണ്. അപ്പോൾ സുഭാഷ് പറയാണ്, ഞാൻ ഫോൺ എടുക്കുന്നില്ല. അപ്പോൾ നിധി ചോദിക്കുകയാണ്, അതെന്താ ഹരീഷേ അങ്ങനെ പറഞ്ഞത്, കല്യാണം കഴിഞ്ഞ് പോയെന്നും പറഞ്ഞുകൊണ്ട് സുനന്ദ നിങ്ങളുടെ കൂടെ തന്നെ കുഞ്ഞുനാളിലോട്ടേ കളിച്ച് വളർന്ന ഒരു പെൺകുട്ടി തന്നെയല്ലേ, സുഭാഷ് ഏട്ടനോട് ആ കുട്ടിക്കൊരു ഇഷ്ടമുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ആ ഒരു ഉദ്ദേശം വെച്ചുകൊണ്ടാണ് ഇപ്പോഴും വിളിക്കുന്നത്, നിങ്ങളെന്താ ചിന്തിക്കുന്നത്, അങ്ങനെ ഒരു ചിന്ത സുനന്ദയുടെ മനസ്സിൽ കാണത്തില്ല, നിങ്ങളോടുള്ള പഴയ ആ കളിക്കൂട്ടുകാർ ആ ഒരു സ്നേഹം വെച്ചാൽ വിളിക്കുന്നെങ്കിലോ എന്ന് ഹരീഷിനടുത്ത് ചോദിക്കുകയാണ്. അപ്പോൾ സുധീഷ് പറയാണ്, അതിന് പാതിരാത്രി വിളിക്കേണ്ട കാര്യമില്ലല്ലോ, പകൽ ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ, അപ്പോൾ വിളിക്കാമല്ലോ, പിന്നെ സുഭാഷ് ഏട്ടനോട് ഇത്ര പറയാൻ എന്തുവാ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നിധി പറയാണ്, അത് സുധീഷിന് പറഞ്ഞാൽ അറിഞ്ഞൂടെ, അത് ഇപ്പം ആ കുട്ടി അങ്ങനൊന്നും മനസ്സിൽ പോലും വിചാരിച്ചിട്ടായിരിക്കത്തില്ല സുഭാഷ് ഏട്ടനെ വിളിക്കുന്നത്, നമ്മളൊക്കെയാണ് അങ്ങനെ ചിന്തിക്കുന്നത്, അപ്പം നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നതുകൊണ്ടാണ് നമുക്ക് അങ്ങനെയൊക്കെ തോന്നുന്നതെന്ന്
നിധിയാണെങ്കിൽ സുധീഷിനോടും ഹരീഷിനോടൊക്കെ പറയുന്നുണ്ട്, സുഭാഷ് ഏട്ടാ സുനന്ദ വിളിക്കുകയാണെങ്കിൽ ഫോൺ എടുക്കുന്നതിന് ഒരു തെറ്റുമില്ല, അവൾ തെറ്റായ സുഭാഷ് ഏട്ടനോട് സംസാരിച്ചാൽ മാത്രമല്ലേ ഉള്ളൂ കുഴപ്പം, അവൾ ഒരിക്കലും അങ്ങനെ സംസാരിക്കത്തില്ല, സുഭാഷ് ഏട്ടനും അങ്ങനെ സംസാരിക്കത്തില്ലെന്ന് ഉറപ്പാണ്, പിന്നെന്താ കുഴപ്പം എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ട് സുഭാഷ് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്, നിധി പറയുന്നതും കേട്ട് ശ്രദ്ധിച്ചിങ്ങനെ ഇരിക്കുകയാണ്.